ആവശ്യപ്പെട്ടില്ലല്ലോ. ആവശ്യപ്പെടുന്നുണ്ടെന്ന് മുഖം കണ്ട അറിയാലോ. നിന്റെ ഭർത്താവായ പച്ചൈമാൽ സുരപാനവും തുടങ്ങിയല്ലേ? നാം എല്ലാം അറിയുന്നുണ്ട് മീനാക്ഷി. ഭക്ഷണം നിരസിക്കുന്നതൊക്കെ മഹാപാപമാണ്. സാത്വികനായ പച്ചൈമാലിനെ ദുർമാർഗത്തിലേക്ക് നയിക്കാൻ ചില ദുഷ്ടശക്തികൾ അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട്. തൃക്കടയൂരപ്പൻ മീനാക്ഷിയെ വല്ലാതെ പരീക്ഷിക്കുന്നുണ്ട്. പരീക്ഷിച്ചില്ലെങ്കിൽ ഭക്തി കുറഞ്ഞു പോകുമോ എന്ന ഭയമാണ് തൃക്കടയൂരപ്പന്. തനിക്കുള്ള ഭക്തി എല്ലായ്പ്പോഴും പൂർണ്ണമായി തനിക്ക് തന്നെ കിട്ടണം എന്ന സ്വാർത്ഥതയാണ് തൃക്കടയൂരപ്പന്. തികഞ്ഞ സ്വാർത്ഥനാണ് തൃക്കടയൂരപ്പൻ. അരുത്, എന്റെ തൃക്കടയൂരപ്പനെ സ്വാർത്ഥൻ എന്ന് വിളിച്ച സഹിക്കാനാവില്ല എനിക്ക്. ദേ, ഇനി എന്നോട് പശുമ്പാൽ ആവശ്യപ്പെടരുത്, തരില്ല ഞാൻ. അയ്യോ അരുത് കുട്ടി, നമുക്ക് പാൽ നിഷേധിക്കരുത്. തൃക്കടയൂരപ്പൻ സ്വാർത്ഥനെന്ന് പറഞ്ഞത് നാം തിരുത്തുന്നു. നിസ്വാർത്ഥനാണ് തൃക്കടയൂരപ്പൻ. എന്താ പോരെ? മീനാക്ഷിയുടെ കള്ളം കണ്ടുപിടിച്ചമ്മേ. നീ കാര്യം പറ. വഴിയിൽ കാത്തു നിൽക്കുന്ന ഒരു സിദ്ധന് മീനാക്ഷി നിത്യവും പശുവിൻ പാൽ കൊടുക്കുന്നുണ്ട്. ഇന്നും സിദ്ധന് പാല് കൊടുക്കുന്നത് ഞാൻ ഒളിഞ്ഞു നിന്ന് കണ്ടമ്മേ. സിദ്ധന് പാല് കൊടുത്തുന്നോ? നമ്മൾ അറിയാതെ പാല് കൊടുത്തിട്ടാണോ അവൾ സിദ്ധി നേടിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് അവളിങ്ങോട്ട് വരട്ടെ, അവളോട് ചോദിച്ചിട്ട് എന്റെ കാര്യം. പുറത്തുനിന്ന് അവള് വരുന്നുണ്ട്. നിക്ക്, എന്താ ഇത്ര വൈകിയത്? അത് ഞാൻ വഴിയിൽ ആർക്കെങ്കിലും നീ പശുമ്പാല് കൊടുക്കുന്നുണ്ടോ? ഞാൻ പാല് കൊടുത്തുന്നോ? ആർക്ക്? നോക്കട്ടെ. ഇതില് കുറവുണ്ടല്ലോ. ബാക്കി എവിടെ പോയി? നീ ആർക്കാ പശുമ്പാല് കൊടുക്കുന്നത്? അത് പിന്നെ പാൽ കുറവില്ലല്ലോ. ഇത് കൊണ്ടുപോയി അളന്ന് നിന്റെ കള്ളത്തരം കണ്ടുപിടിക്കണോ?
എന്താ എന്താ ഇവിടെ പ്രശ്നം? പരമഭക്തിയും സത്യസന്ധയുമായ സ്വന്തം പത്നിയോട് തന്നെ ചോദിക്കും. കുറച്ചു ദിവസമായി ഇവൾ കറന്നുകൊണ്ടുവരുന്ന പാലിൽ സാരമായ കുറവ് കാണുന്നു. എന്താ വഴിയിൽ വെച്ച് ആരും അറിയാതെ പാല് കഴിക്കാൻ ജ്യേഷ്ഠൻ ഇവൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടോ? സ്വപത്നിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ. സത്യം പറയൂ, പാല് നീ എന്ത് ചെയ്തു? അത് പിന്നെ പാല് അവൾ സത്യം പറയില്ല ചേട്ടാ. ഇവളറിയാതെ ഇവളെ ഞാൻ പിന്തുടർന്നു വന്നിരുന്നു. വഴിയിൽ കാത്തുനിന്ന ഒരു സിദ്ധന് ഇവൾ പശുവിൻ പാൽ കൊടുക്കുന്നത് ഞാൻ കണ്ടു. സത്യമാണോ കേൾക്കുന്നേ? ചോദിച്ചു കേട്ടില്ലേ? അതെ, സത്യമാണ്. തറവാട്ടുകാരെ അറിയാതെ ദാനധർമ്മം തുടങ്ങിയോ? കണ്ണി കണ്ട സിദ്ധന്മാർക്കൊക്കെ സൗജന്യമായി പാല് കൊടുക്കാനോ? ആ സിദ്ധൻ നിനക്കാരാ? ആരാണെന്ന്? ആരുമല്ല, ഒരു സാധു വഴിപോക്കൻ. സാധു വഴിപോക്കൊക്കെ പാല് ദാനം ചെയ്യാൻ നിന്റെ തറവാട്ടിൽ നിന്ന് ഗോക്കളെ അയച്ചു തന്നിട്ടുണ്ടോ? ഇനി ആവർത്തിച്ചു പോകരുത് കേട്ടോ? അങ്ങേക്ക് നൽകിയിരിക്കുന്ന പൂജിതന്റെ സ്ഥാനം ഞാൻ എന്റെ ഭർത്താവിന് നൽകിയിട്ടുണ്ട്. ഭർത്തൃപാദ പൂജയും കഴിക്കുന്നുണ്ട് ഞാൻ. എന്നിട്ടും അദ്ദേഹം എന്റെ പാതിവൃത്യത്തെ സംശയിക്കുന്നു. സുരപാനം ചെയ്ത് ലഹരിക്ക് അടിമപ്പെട്ടു വന്ന് കഴിക്കേണ്ട അന്നത്തെ തട്ടിത്തെറിപ്പിക്കുന്നു. ശിവമാർഗചാരിയും സ്വാത്വികനുമായ അദ്ദേഹം ഇങ്ങനെ അധപതിക്ക് സ്ത്രീകളുടെ ആട്ടും തുപ്പു സഹിക്കാം. ഒരേ ഒരു ആലംബമായ ഭർത്താവിനെ ദുർമാർഗചാരിയാക്കി അടിയനെ പരീക്ഷിക്കരുതേ ഭഗവാന്. സിദ്ധന് പാല് കൊടുത്ത പുണ്യത്തെ അപരാധമെന്ന് മുദ്രകുത്തി ഭാര്യ തല്ലുന്ന ഭർത്താവ്. അരുത് ഭഗവാനെ, പരീക്ഷിക്കരുത്. അങ്ങേക്ക് അഭിഷേകത്തിന് പാല് നൽകുമ്പോഴുണ്ടാകുന്ന പുണ്യം അവധൂതന് പാൽ ദാനം ചെയ്യുമ്പോഴും ഉണ്ടെന്ന് എന്റെ ഭർത്താവിന് വെളിപ്പാട് നൽകണ ദേവ. ഭർത്താവിന്റെ സത്വ ഗുണത്തെ വിഴുങ്ങുന്ന താമോ ഗുണത്തിന്റെ വിത്ത് ഫലം കാണാതെ കാക്കണ ജഗദീശ്വരം. സിദ്ധന്മാർക്കൊക്കെ സൗജന്യമായി പാല് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ അനുമതിയോടെയാണെങ്കിൽ സാരമില്ല. ഇത് വിശ്വാസവഞ്ചനയല്ലേ അവൾ കാട്ടുന്നത്? അതിന്റെ ഫലം അവൾ അനുഭവിച്ചല്ലോ. പച്ചയമാല ജ്യേഷ്ഠൻ അവളുടെ കരണത്ത് കാര്യമായിരുന്നു പൊട്ടിച്ചു. അപ്പൊ പച്ചയമാൽ ചേട്ടൻ പൗരുഷം കാട്ടി തുടങ്ങി. ദുർമന്ത്രവാദിനിയുടെ മായപ്പൊടി ശരിക്കും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പോയാ അവര് തമ്മിൽ വേർപിരിയാൻ ഇനി അധിക ദിവസമൊന്നും വേണ്ടി വരില്ല.
ജാതക വിധി പ്രകാരം എന്റെ വിവാഹത്തിന് ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ടല്ലോ. അതിനുള്ളിൽ അവർ തമ്മിൽ പിരിഞ്ഞാൽ പച്ചേമാൽ ചേട്ടൻ എന്റെ കഴുത്തിൽ താലി കിട്ടുമെന്ന് ഉറപ്പാ. ജോൾസിന്റെ കണക്കുകൂട്ടൽ പാഴാകാൻ പോകുന്നില്ലമ്മേ. ആ വിശ്വാസം എനിക്കും ഉണ്ട് മോളെ. ആ മീനാക്ഷി ഇപ്പോഴും അടുക്കളയിൽ തന്നെയാണോ അന്തിയുറക്കം? അതേലോ, ഈ ജന്മം മീനാക്ഷി ഗർഭിണിയായി ജ്യേഷ്ഠന്റെ കുഞ്ഞിന് അവകാശം പറയാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ഞങ്ങൾ അതിന് അനുവദിക്കില്ല അമ്മായി. അപ്പോ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും മീനാക്ഷി ഭാര്യയായിട്ടില്ല. പച്ചേമാലേട്ടന്റെ സഹോദരിയേ ആയിട്ടുള്ളൂ. താലി കെട്ടിയ സഹോദരി. അതെ, നാളെ ഞങ്ങളൊരു വിവാഹത്തിന് പോകുന്നുണ്ട്. മീനാക്ഷിയെ കൊണ്ടുപോകില്ല. 4 പേരുടെ മുമ്പിൽ അവളങ്ങനെ ജ്യേഷ്ഠന്റെ ഭാര്യ ചമയണ്ട. ഞങ്ങൾ വിവാഹം ആഘോഷിക്കുമ്പോൾ അവൾ ഭവനത്തിൽ അടിമപ്പണിയെടുത്ത് നരകിക്കട്ടെ. ഞങ്ങൾ വിവാഹത്തിന് പോയിട്ട് വരുന്നത് വരെ നീ ഇവിടെ കിടന്നു. ദേ വെറുതെ കരഞ്ഞു വിളിച്ച് ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചേക്കരുത്. നിങ്ങളുടെ അന്തസ്സിന് നിരക്കാത്ത മരുമകളായ എന്നെ വിവാഹത്തിനൊപ്പം കൂട്ടണ്ട. ഞാൻ വരുന്നില്ല. പക്ഷെ എന്നെ എന്തിനാ അറയിൽ പൂട്ടിയിടുന്നത്? നിന്നെ അറയിൽ പൂട്ടിയിടാൻ പറഞ്ഞത് ഞാൻ തന്നെയാ. കണ്ട വഴിപോക്കനും സിദ്ധനും സന്യാസിക്കൊക്കെ തറവാട്ടുകാരറിയാതെ ദാനം ചെയ്യുന്നവളല്ലേ നീ? ഞങ്ങളില്ലാത്തപ്പോ സ്വതന്ത്രയായി പുറത്തു നിന്ന നിന്റെ ദാനധർമ്മബോധം അധികരിച്ചാലോ? തറവാട്ടിലെ വിലപ്പെട്ട ജംഗമ വസ്തുക്കളെല്ലാം നീ ദാനം ചെയ്ത് തൊലച്ചാലോ? അത് നടക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് മീനാക്ഷി. ദാനധർമ്മിഷ്ഠ ചമയുന്നവൾ തരം കിട്ടിയ മോഷ്ടിക്കാനും മടിക്കില്ല. വെറുമൊരു പാചകക്കാരനായ ഇവളുടെ അച്ഛൻ നമ്മളില്ലാത്ത തക്കം നോക്കി വലിഞ്ഞു കയറി വന്നിരിക്കും. വിലപ്പെട്ട പലതും ഇവൾ ചോർത്തി കൊടുക്കുകയും ചെയ്യും. അല്ല ജ്യേഷ്ഠ? അതെ, അന്തസ്സും ആഭിജാത്യവും ഇല്ലാത്ത ആ കിഴവൻ ഒക്കെ കെട്ടിപ്പേറി കൊണ്ടുപോവായിരിക്കും. അത് ഒഴിവാക്കാൻ കൂടിയാണ് മീനാക്ഷി ഈ പൂട്ടിയിടലും തടങ്കലും ഒക്കെ. ഞങ്ങള് വരുന്നത് വരെ നീ ഇതിനകത്ത് കിടന്നാ മതി. വാമേ. ഭഗവാനെ, തൃക്കടൂരപ്പ, ഒരു പാവസിദ്ധന് ഒരു തുള്ളി പശുവും പാൽ നൽകിയതിന്റെ പേരിൽ എന്തൊക്കെ സംശയങ്ങളാണ് ഇവർക്ക്. നിരപരാധിയായി എന്റെ അച്ഛന്റെ മേലിലും ഇവർ കളങ്കം ചാർത്തുകയാണല്ലോ മഹാദേവ. ശിവഭക്തനായ എന്റെ പതിയുടെ നാവിനെ പോലും ഇവർക്ക് കളങ്കപ്പെടുത്താൻ കഴിഞ്ഞല്ലോ. ഭഗവാനെ, എന്നാണ് ഈ പീഡനങ്ങൾക്കൊരു അവസാനം?
കൈലാസനാഥ. ദിവസങ്ങൾ ചെല്ലുന്തോറും പീഡനത്തിന്റെ രീതികളും മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്ര നാൾ അനുഭവിച്ച ക്രൂരതകൾക്കിടയിലും സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ശുദ്ധമായി ശ്വസിക്കാൻ അവസരം ഉണ്ടായിരുന്നു. ഇപ്പോ ഭവനത്തിൽ തടങ്കലിലായപ്പോൾ ശരിക്കും കാരാഗ്രഹവാസത്തിന് തുല്യായിരിക്കുന്നു ജീവിതം. വിവാഹത്തിന് എന്നെ ഒപ്പം കൂട്ടാൻ എന്റെ ഭർത്താവിന് പോലും മനസ്സനുവദിച്ചില്ലല്ലോ ഭഗവാനെ. അത്രയ്ക്ക് പൃഷ്ടി സംഭവിച്ചു പോയോ എനിക്ക്? ഈ സാധുവിനെ എന്തിനിങ്ങനെ പരീക്ഷിക്കണു ഭഗവാനെ?